എടി അമ്പിളി, എന്താ അമ്മ? ഞാൻ ഉണ്ണിയുടെ ശബ്ദം കേട്ടു. ശബ്ദോ? ആ, അവൻ എന്നെ ഭാരതി അമ്മയെന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. അത് അമ്മ എപ്പോഴും ഉണ്ണിയെ കുറിച്ച് ചിന്തിക്കുന്നോണ്ട് തോന്നിയതായിരിക്കും. അല്ലടി, ഞാൻ ഉണ്ണി, ഭാരതീയമെന്തിനെ കരയണേ? സന്തോഷം കൊണ്ട. ഊണും കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോയ നിന്നെ 6-7 വർഷം കഴിഞ്ഞല്ലേടാ കാണുന്നത്. അതൊക്കെ പോട്ടമ്മേ. ഇവൾക്ക് വരുന്നുണ്ടല്ലോ സന്തോഷം. എന്താടി? ഉണ്ണിയേട്ടൻ വന്നു. ഓർക്കാപ്പുറത്തല്ല അമ്മേ ലീവ് കിട്ടിയത്. അതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങാൻ പറ്റിയില്ല. അമ്മയ്ക്ക് ഷുഗറും പ്രഷറും നോക്കാൻ, പിന്നെ നിനക്ക് മിഠായി, ഓടി CD. എടാ എന്റെ അമ്മോ, ഇവനെ കണ്ടാലിപ്പോ എന്റെ ഏട്ടനെന്ന് പറയൂലോ അമ്മേ. ഇത് പഴയ അളവാ, നിനക്ക് പാകാവൂന്നറിയില്ല. നീ പിടിച്ചേ. എന്താ? ചുമ്മാ ഒന്നുമില്ല. നീ എന്റെ ഷോൾഡേഴ്സ് നോക്കി. ഏട്ടാ, ഇത് ജീൻസ് അല്ലേ? ഓ, ജീൻസ് ആണോ? എന്നാ വേസ്റ്റ് നോക്കിയോ. ഞാൻ നിനക്ക് വേറൊരു സാധനം കൊണ്ടുവന്നുണ്ട്. നമ്മുടെ അനിയത്തി. ആരാ? ഏയ്, നിക്കവിടെ. നീ ഏതാ? നീ എവിടത്തെയാ? ചെവി ഇട്ടൂടെ? സംസാരിക്കില്ലേ? അതെന്റെ വീടല്ലേ? ഏട്ടാ, നമ്മുടെ പുതിയ വാടകക്കാരാ. ഓ, നല്ല കൂട്ടരാ. നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള കുട്ടിയാ. പേര് ഗോപിക. അയ്യേ, എനിക്ക് പെങ്ങളെ പോലെയാ. അയ്യോ, പെങ്ങളെ പോലെയാണോ? അപ്പൊ നിനക്ക് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആണല്ലേ? നിനക്ക് ഇന്ത്യന്ന് പെണ്ണ് കിട്ടാൻ പറ്റില്ലല്ലോ. ഒന്ന് പോയട്ടെ, നമുക്ക് ഇറ്റലിയിൽ നിന്ന് ഒരു ജെറ്റിലെ തപ്പാം. ഗോപികയുടെ അച്ഛൻ്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അതിന് ഉണ്ണിയുടെ അഭിപ്രായം കൂടെ അറിയണ്ടേ? കല്യാണ കാര്യം പറയുമ്പോ അവൻ എന്തെങ്കിലും പറഞ്ഞൊഴിയും. നോക്കിക്കോ. പെണ്ണ് കാണൽ ചടങ്ങാണെന്ന് ഉണ്ണിയേട്ടൻ്റെ അടുത്ത് ഇപ്പൊ പറയണ്ട. അമ്മേ, ഗോപിയെ ഉണ്ണിയേട്ടന് ഇഷ്ടം ഉറപ്പാ. എന്താടാ അവിടെ ഒരു ഗൂഢാലോചന? ഞങ്ങള് നിന്റെ കാര്യം പറയായിരുന്നു. ഞങ്ങൾ ഏട്ടന്റെ കാര്യം പറയായിരുന്നു. എന്താമേ? ഉണ്ണിയേട്ടൻ ഇവിടെ വന്നിട്ട് ഔട്ട് ഹൗസിൽ താമസിക്കുന്നവരെന്ന് പരിചയപ്പെട്ടോ. അങ്ങോട്ടൊന്ന് കേറി ചെന്നു. ദുബായ്ക്കാരന്റെ പത്രാസെന്ന് അവര് വിചാരിച്ചിട്ടുണ്ടാവും. മോശമായ ഭാരതി എന്ന് ഇപ്പൊ തന്നെ കണ്ടിട്ട്. ഈ രാത്രിയിലോ? രാത്രി എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. അവിടെ പ്രായമായ ഒരു പെൺകുട്ടിയില്ലേ? ഞാനത് ഓർത്തില്ല. ഞാൻ ഞെരിഞ്ഞില് പോലത്തെ അപ്പൂപ്പനെ കുറിച്ച് ഓർത്തത്. വാ, രാവിലെ പോയാ മതി. മതി. എന്താ കാണിക്കണേ? അങ്ങോട്ട് തിരിഞ്ഞു. എന്തിനാ എന്നെ ഇങ്ങനെ കെട്ടിച്ചമിക്കണേ? ഞാൻ എന്താ കല്യാണ ചക്കനാ? ദുബായ്ക്കാരനല്ലേ, ജാടയ്ക്ക് ഒട്ടും കുറവ് വരുത്തണ്ട. മാത്രമല്ല അവിടെ ഒരു സുന്ദരി പെൺകുട്ടിയില്ലേ ഏട്ടാ? ഞാൻ എന്താ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോവാണ്? നിനക്കെന്താ പറ്റിയത്? നിനക്കെന്താ പറ്റിയത്? ഒന്നുമില്ല. പിന്നെ എനിക്കെന്താ പറ്റിയത്? അമ്മേ പോവാം. വെറും കൈയോടെയാണോ പോന്നേ? ഞാനത് ഓർത്തില്ല. അങ്ങർക്ക് സന്തോഷായിക്കോട്ടെ. സ്കോച്ചും സിഗരറ്റും അയാൾക്കൊന്നും ഇഷ്ടമല്ലെന്നേ. പിന്നെ ഇത് കൊടുത്താ മതി. എന്താ ഇത്? നീ കൊണ്ടുവന്ന സാരി. അവിടെ ഒരു പെങ്കൊച്ചില്ലേടാ. ഇതെന്താ പുടവെടുക്കൽ ചടങ്ങാണോ? എന്താ ഈ പറയണേ? എനിക്ക് ഇന്നെ തിരിച്ചു പോയേ പറ്റൂ. ഞങ്ങളുടെ അവധി എന്നൊക്കെ പറഞ്ഞ ഏതാണ്ട് പരോള് പോലെയാ. പറഞ്ഞ സമയത്ത് തിരിച്ചെന്നില്ലെങ്കിലേ തൂക്കിയെടുത്തോണ്ട് പോവര്. പിന്നെ ആ ജീവനാന്തം ജയിലില്ല. അല്ല, വെയിലില്ലേ ഈ അറബിയുടെ അടിമപ്പണിയൊക്കെ ചെയ്തിട്ട്. ദുബായിൽ അങ്ങനെ ഉണ്ട്.
ഏട്ടനെന്താ പതുങ്ങി നോക്കുന്നത്? പോലീസ്. അയാൾ ആ ഗോപികയുടെ അടുത്ത ബന്ധുവാ. ഈശ്വര, ഇങ്ങനെ ഒരു ബന്ധം ഓർക്കുണ്ടായിരുന്നോ? അതെന്താ ഉണ്ടായാലും? അല്ല, ഒരു വല്ലാത്ത വൃത്തികെട്ട രൂപമല്ലേ. അമ്മങ്ങോട്ട് മാറിയ പെട്ടി ഒന്ന് പെട്ടെന്ന് പൊടിക്കോട്ടെ. ഇത്രയും വലിയ തറവാട്ടിന്ന് ഇത്രയും നല്ല ചെറുക്കന്റെ ആലോചന, അതും ദുബായിക്കാരന്റെ. വല്യേട്ടൻ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ നിന്റെ ഭാഗ്യമായിട്ടാ ഞാൻ കരുതിയത്. എന്നിട്ടിപ്പോ നിന്റെ ഭാഗത്ത് നിന്ന് കല്യാണം വേണ്ടാന്ന് പറയാൻ എന്താ കാരണം? ഇനി നിനക്ക് ആരോടെങ്കിലും പ്രേമം പറ്റുകൊണ്ടോടി? പിന്നെന്താ പ്രശ്നം? വല്യേട്ടന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നിനക്ക് ആരാ ഉള്ളത്? നീ എതിരൊന്നും പറയണ്ട, ഇത് നിന്റെ ഭാഗ്യമായിട്ട് കരുതിയാ മതി. വല്യേട്ടനാണെങ്കിൽ ഉറപ്പിച്ചോ, ബാക്കി ഞാൻ ഏറ്റു. എന്തായാലും ചെറുക്കൻ പോണ ദിവസം വന്നത് നന്നായി. ഉണ്ണിയൊന്ന് കാണാലോ. വല്യേട്ടാ, ഞാനൊന്ന് ഉണ്ണിയെ പരിചയപ്പെട്ടിട്ട് വരാം. ഏട്ടാ, എല്ലാം എടുത്തിട്ടുണ്ടോ? ഒന്നും മറന്നില്ലല്ലോ? ഒന്നും മറന്നിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ഈ സാലം എടുത്ത് ഇതുവഴി വണ്ടി കയറിക്കോ. മോളെ എല്ലാം ഓക്കെ അല്ലേ? അമ്മേ, സമയമായി അമ്മേ. അമ്മ ഞാൻ ഇറങ്ങാട്ടോ. എന്തേത്? ഇത്തിരി അച്ചാറും പലഹാരങ്ങളും. എന്റെ അമ്മ, ഈ സാധനങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടാൻ പറ്റില്ല. അവിടുന്ന് തരുന്ന ഫുഡല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ? ആരോ ബെല്ലടിക്കുന്നുണ്ടല്ലോ. അല്ല, ഹലോ, അവിടെ നിന്നേ നിന്നേ. അത് പിച്ചക്കാരനാണ്, പിച്ചക്കാരൻ. ഞാൻ 10 രൂപ കൊടുത്തപ്പോ 100 രൂപ വേണമെന്ന്. ഗൾഫുകാരുടെ ഒരു അവസ്ഥ നീ എടാ, അവൻ അവിടെ നിന്ന് അടിക്കട്ടെ. നമ്മുടെ മസിൽ അടിക്കുന്ന പിച്ചക്കാരാണോ? നീ ഇങ്ങോട്ട് വന്നേ, പെട്ടെന്ന് വാ. സാധനങ്ങൾ എടുത്തിട്ട് വേഗം വണ്ടിയിലേക്ക് എടുത്ത് വെച്ചേ. അമ്മേ, ആളനക്കും ഇല്ലല്ലോ. ചിലപ്പോ എയർപോർട്ടിൽ പോയി കാണും. എങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം. പോട്ടെ. ഫ്രണ്ട് സീറ്റ് വെക്കണേ. വേഗം എടുത്ത് വെക്കേ. അയാള് പോയി. പൊറോട്ട എടുത്ത്. അയാള് വരുന്നു. എന്താ ഓ, എന്തൊരു ചൂടാണത്, ഭയങ്കര ചൂട്. ഞാൻ ഒന്നുകൂടി കുളിച്ചിട്ട് വരട്ടെ. നാട്ടുവെള്ളത്തിൽ ഒന്ന് കുളിക്കണമെങ്കിൽ എത്ര നാൾ കഴിയണം? ദുബായ് കിട്ടുന്ന വെള്ളമുള്ളടാ, ഡീസൽ അല്ലേ, ഡീസൽ. എന്താടാ? വീട്ടിൽ നിന്ന് ഗോപിയുടെ അച്ഛൻ മരിച്ചു. എപ്പോ? മരിച്ചിട്ട് കുറച്ചു ദിവസമായി. നമുക്കൊന്ന് പോണ്ടേ? എവിടേക്ക്? നമ്മളിപ്പോ ദുബായിലല്ലേ. ഓ, അപ്പൊ ഗോപിക പാവം വീടൊഴിഞ്ഞു പോവാത്രേ. എന്നാ ഞങ്ങള് നാട്ടിലെ വീട്ടിലാരും ഇല്ലാത്ത സ്ഥിതിക്ക് മോളെ ദിവാകരന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും താമസിപ്പിക്കുക അല്ലേ? അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കല്യാണം തുടങ്ങി ഇവളുടെ ബാധ്യത മൊത്തം എൻ്റെ തലയിലാകുമോന്ന് വൈഫിനൊരു പേടി. 1-2 വട്ടം സൂചിപ്പിക്കുകയും ചെയ്ത്. അതുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഞാനൊന്ന് തീരുമാനിച്ചു. തൽക്കാലം ഗോപി ഒരു ഹോസ്റ്റലിലാക്കുക. അവിടെ അടുത്തൊരു തുണിക്കടയിൽ ജോലിയും ശരിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ആരെ ആശ്രയിക്കാതെ ഇവൾക്ക് ജീവിക്കാൻ കഴിയുമല്ലോ. വൈകി അവിടെ എത്താൻ രാത്രിയാവും. എന്റെ മോളെ, നിന്നെ ഹോസ്റ്റലിൽ നിർത്താനും തുണിക്കട പണിയെടുക്കാനും ഒന്നും ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്റെ ഉണ്ണിക്ക് വേണ്ടി ആലോചിച്ചുറപ്പിച്ച പെണ്ണാ ഇവള്. അവൻ ദുബായിൽ നിന്ന് വന്നാൽ ഉടനെ ഇവരുടെ കല്യാണം നടക്കും. 10 ദിവസം മുമ്പ് ഇവൾ ഈ വീട്ടിലേക്ക് കയറിയെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ല. ഗോപികയെ ഞാൻ എന്റെ അമ്പിളിയെ പോലെ നോക്കിക്കൊള്ളാം. അവളെ എനിക്ക് തന്നൂടെ? ഈ നല്ല മനസ്സിനെ നിങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. വാ മോളെ. വലതുകാല് വെച്ച് കയറിക്കോ മോളെ. നീ നോക്കിക്കുന്ന സാധനങ്ങൾ എടുത്ത് ജീപ്പിലേക്ക് വെച്ചേ. സമയം കളയില്ല, എനിക്ക് അമ്മയെ കാണണം. ഇന്ന് നാടൻ കരിമീൻ കിട്ടിയപ്പോ നിന്നെ ഓർത്തതാ. നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ എന്ന്. പക്ഷെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല. ഞാനും. ഇതാണ് വയറ്റുഭാഗ്യം എന്ന് പറയുന്നത്. അല്ല, നീ മീൻ എടുക്കുന്നില്ലേ? ഓ, ഞാനിപ്പോ വെയിറ്റ് ചെയ്യണ കുറച്ച് തടി കുറയ്ക്കാൻ. അങ്ങനെയാണെങ്കിൽ ആന വെയിറ്റ് ചെയ്യാനല്ലേ? ആനയുടെ തടി പറയുന്നില്ലല്ലോ.
അമ്മേ ഒന്നോർത്താൽ എന്നേക്കാൾ ഭാഗ്യവാൻ ഇവനാ. അതെന്താ? അല്ല, അമ്മ വെച്ചുണ്ടാക്കുന്ന ആഹാരം മുഴുവൻ കഴിക്കാനുള്ള യോഗ ഇവനല്ലേ? ആഹാ, അതിന് അമ്മ അടുക്കളക്കാരനെ പണ്ടല്ലായിരുന്നോ? പിന്നെ നീയാണോ അതൊക്കെ ഉണ്ടാക്കിയത്? ഏയ്, ഞാനൊന്നും അല്ല. ഇപ്പൊ അടുക്കള ഭരണം കംപ്ലീറ്റ് ഗോപിയേക്കാ. എന്നിട്ട് പുതിയ പാചകക്കാരി ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഉണ്ണിയേട്ടൻ വന്നപ്പോ തൊട്ട് പാത്തും പതുങ്ങി അവിടെ എവിടെ നിന്ന് നോക്കുന്ന ഞാൻ കണ്ടതാ. ആളെ ഞാൻ ഇപ്പോഴിങ്ങനെ വരുത്താം. അടുക്കള നിൽക്കണ ചേച്ചി, ഇതിന് പുളിശ്ശേരി ഇങ്ങ് അടുത്ത്. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ. ഏയ്, ഒന്നും മിണ്ടായിരടാ. അയ്യോ, പുളിശ്ശേരി ചോദിച്ചത് ഞാനാ. കൊള്ളാലോ ഏട്ടാ ഈ വാച്ച്. അത് ഓരോരോ മണിക്കൂർ കൂടുമ്പോ അലാറം അടിക്കും. ബർദുബായിന്ന് വാങ്ങിച്ചാ. ആഹാ, നോക്കട്ടെ. 500 ദർഹ. എന്താ നിനക്ക് നോട്ടോണ്ടോ? നീ എടുത്തോ. അയ്യോ, പേടിക്കണ്ട. ഒറ്റയ്ക്കൊന്നും മിണ്ടാൻ വേറെ മാർഗമില്ലാത്തോണ്ട് നേരത്തെ കയറി ഇരുന്നതാ. ആരെങ്കിലും കാണും. ഏയ്, ഇവിടെ ആര് വരാനാ? നിങ്ങൾ പേടിക്കണ്ട, ഇവിടെ ആരും വരാതെ ഞാൻ നോക്കിക്കോളാം. ഇവനെങ്ങനെ എന്റെ ഉള്ളിൽ കയറി? എടാ, നീ പതുങ്ങി പതുങ്ങി എന്റെ അകത്തേക്ക് കയറണ കണ്ടപ്പോ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പിറകെ കയറിയതാ. നിന്നെ പ്രദേശത്ത് കണ്ടുവരുന്നത്. അയ്യോ, ഞാൻ പോവാ കേട്ടോ. അല്ല, ഒന്ന് നിന്ന് അകത്തിരുന്നാ പ്രേമിക്കുന്നത്. കാര്യം പറയട്ടെ. ഇങ്ങ് വാ. തന്റെ ഒരു കത്ത് ഞാൻ സോറി, വഴി തെറ്റിയതാ. തന്റെ ഒരു കത്ത് ഞാൻ ദുബായിക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചു. കത്തെഴുതുന്ന ശീലമൊന്നും എനിക്കില്ല. ഡയറി എഴുതുവോ? ഡയറിയോ? ഞാൻ ഡയറി ഒന്നും എഴുതാറില്ല. പിന്നെ ഞാൻ എന്താ അങ്ങനെ സ്വപ്നം കണ്ടത്? സ്വപ്നോ? ആ, എന്റെ ഫോട്ടോ നോക്കി താൻ സംസാരിക്കാറുണ്ടോ? ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അല്ല, സ്വപ്നമല്ലേ സ്വപ്നം. ഇതിലെന്തോ ഗുട്ടൻസ് ഉണ്ട്. ഏയ്, ഒരു കുട്ടൻസും ഇല്ല. ഇതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. ഇനി ദുബായിക്ക് തിരിച്ചു പോവോ? പിന്നെ പോണ്ടേ? അപ്പൊ ഞാനോ? നിന്റെ കഴുത്തിലൊരു മിന്നു കെട്ടി നിന്നെ കൊണ്ടെല്ലാം തിരിച്ചു പോവൂ. എന്നിട്ട് ഈ ലോകം മൊത്തം നമ്മൾ കറങ്ങും. തിരുവനന്തപുരത്ത് നിന്ന് വാളയാർ വരെ ഒരു ദിവസത്തെ യാത്രയാ. എന്നാലും വരാതിരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഉണ്ണി വന്നു എന്നറിഞ്ഞപ്പോ. ഇനി കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ആ ചടങ്ങ് അങ്ങ് നടത്തണം. അതെ അതെ, കല്യാണം കഴിക്കാതെ ചെറുക്കനെ പെണ്ണ് ഒരു വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞ നാണക്കേടല്ലേ? അല്ല, ദുബായ്ക്കാരനെന്തിയേ? അത്യാവശ്യമായിട്ട് ആരെയോ കാണാൻ പോയിരിക്കുക. വരും. ഓ, ചെറുക്കനെ കുറിച്ച് എന്റെ ബന്ധുവീട്ടുകാരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുമ്പോ ഒരു ഫോട്ടോ കൊണ്ടുവരാന്ന്. അതിനെന്താ, ഇവിടെ എത്ര ഫോട്ടോ വേണമെങ്കിലും ഉണ്ട്. ഞാൻ എടുത്തോണ്ട് വരാം. അമ്മേ, ഫോട്ടോ ഒന്നും കൊടുത്തു വിടണ്ടമ്മേ. അതെന്താ? ചെറിയമ്മ ഓരോ കുറ്റവും കുറവൊക്കെ പറഞ്ഞു തുടങ്ങിയ. ഓഹോ, എങ്കി വേണ്ട, കൊടുക്കണ്ട. ദാ എന്റെ ഉണ്ണിയന്റെ ഫോട്ടോ. ഇത് പരമശിവല്ലേ? പരമശിവോ? ഇതെന്റെ ഉണ്ണിയേട്ടനാ. 4 കൊല്ലം സെൻട്രൽ ജയിലിൽ കിടന്ന പരമശിവത്തെ എനിക്കറിയില്ലേ? വെറുതെ അല്ല 10 കാശ് ശ്രീധരൻ വേണ്ടെന്ന് പറഞ്ഞ് ഗോപിയെ പിടിച്ചവിടെ നിർത്തിയത്. കൊലയാളിക്ക് വേറെ ആര് പെണ്ണു കൊടുക്കാനാ? എന്തൊക്കെയാണ് പറയുന്നത്? ഇത് ദിവാകരൻ ഉദ്ദേശിക്കുന്ന ആളല്ല. അതെ, വീട്ടിൽ കയറി വന്ന് എന്റെ ഉണ്ണിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. തർക്കിക്കണ്ടമ്മേ. ശരിയാ മോനെ, ദുബായിന്നും പറഞ്ഞ് നമ്മളെയൊക്കെ പറഞ്ഞു പറ്റിക്കായിരുന്നമ്മേ ഏട്ടൻ. അയ്യോ, അയ്യോ. അമ്മേ, അമ്മേ, ഇതെടുക്ക. ആ കറിയാച്ചിന് കൊടുക്കാനുള്ള കാശ് മുഴുവൻ ഞാൻ കൊടുത്തു തീർത്തമേ. ഇനി എന്റെ അമ്മയുടെ പേരിൽ ഒരു ബാധ്യതയില്ല. ദാ നമ്മുടെ തറവാടിന്റെ ആധാരം കണ്ട. എന്താ ഭാരതിയമ്മയ്ക്ക് സന്തോഷായില്ലേ? നീയാണോടാ പരമശിവം? ചോദിച്ചത് കേട്ടില്ലേ? നീയാണോ പരമശിവം? അമ്മ, ആരതൊക്കെ? നീ പരമശിവല്ലെന്ന് എന്റെ മുമ്പിൽ വെച്ച് പറയണ നിന്റെ അമ്മയോട്. സാർ,
ഈ പാവം പെൺകുട്ടിയുടെ ജീവിതം തകരാതിരിക്കാൻ ഈശ്വരനായിട്ട് അറിയിച്ച തന്നെ. അമ്മേ, അമ്മ കരുതുന്ന പോലെ ഒന്നും ഇറങ്ങടാ വെളിയില്. അമ്മ, എല്ലാം ഞാൻ അവസാനിപ്പിച്ചു. ഇനി ഒരു തെറ്റും ഞാൻ ചെയ്യില്ല. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. നിന്നെ പോലൊരു മകനെ എനിക്ക് വേണ്ട. നിന്നെ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. പോകാനെന്റെ മുമ്പിൽ നിന്ന്. ഗോപിയെ, എടുക്കടി നിന്റെ ബാഗ് സാധനമൊക്കെ. നിങ്ങളൊക്കെ കൂടി നശിപ്പിച്ചത് ഈ പെൺകുട്ടിയുടെ ജീവിത. ഇനി ആര് കെട്ടുള്ളേ? അവള് വരുന്നില്ല. ഗോപിക എന്റെ മോനെ കൊണ്ട് കെട്ടിച്ചോളാമെന്നാണ് ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞത്. അത് തന്നെ നടക്കും. എനിക്ക് ആ മക്കള് രണ്ടാ. അമ്മേ, ഗോപികേ, ഇല്ലമ്മേ, ഇങ്ങനെ ഒരു കല്യാണത്തിന് ഞാനും കൂടി സമ്മതിക്കണ്ടേ? നിങ്ങളൊക്കെ കരുതുന്ന പോലെ ഉണ്ണേട്ടൻ എന്നെ ചതിച്ചിട്ടില്ല. എല്ലാം എല്ലാം എനിക്കറിയായിരുന്നു. നിങ്ങൾക്കൊക്കെ വേണ്ടിയ ഉണ്ണേട്ടൻ.